എടി കുമാരി, നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരാൻ ഏറ്റവും യോഗ്യത ആ രാധികയ്ക്കാ. ഭഗവാനായിട്ടാണ് ആ ആലോചന ഇവിടെ കൊണ്ടുവന്നത്. ദൈവം അങ്ങനെയൊന്നും എന്നെ കൈവിടൂല മോളെ. അതൊക്കെ ശരിയാ. പക്ഷെ എനിക്ക് മറ്റാളുടെ കാര്യം ഓർത്തിട്ടാ എന്താകും എന്തോ. ഏത് മറ്റാളുടെ? ആ സാറാമ്മ മേഡത്തിന്റെ. സാറാമ്മ മേഡത്തിന്റെയാ? സാറാമ്മ മേഡത്തിന് ഇതിലെന്താ കാര്യം? അമ്മയെ നമ്മളെ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ആ സാറാമ്മ മേഡത്തിന് തന്നെയാ. അമ്മ എന്താ സാറമ്മ മേഡത്തെ പറ്റി സംസാരിക്കുന്നേ? ഒന്നുമില്ല. കുമാരിച്ചി, ചേച്ചി എന്താ സാറമ്മ മേഡത്തെ പറ്റി സംസാരിച്ചേ? അതെന്താ സാറാമ്മയെ പറ്റി ഇവിടെ ഒന്നും പറയാൻ പാടില്ലേ? പാടില്ല. ഇവളവരെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ? ഒന്ന് പോയ ചേച്ചി അവിടുന്ന്. അമ്മേ, എന്താ സാറമ്മ മേഡത്തെ ഭയപ്പെടുന്ന കാര്യമൊക്കെ പറഞ്ഞേ? ഒന്നും ഇല്ലടി. അതൊന്നും അല്ല, എന്തോ കുറ്റം പറയുമായിരുന്നു സാറമ്മ മേഡത്തിന്റെ. ഞാൻ നിങ്ങളോട് രണ്ടുപേരും കൂട്ടില്ല. ഞാൻ മണക്കോ എന്തിന്? സാറാമ്മ മേഡത്തിന്റെ കുറ്റം പറഞ്ഞിട്ട് എന്നെ ഒന്നും കൂട്ടിയില്ലല്ലോ. എനിക്കാണെങ്കിൽ ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ അവരെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഉമ്മയ്ക്ക് ആരെ പറ്റിയാ പറയാനില്ലാത്തേ? അതെന്തൊരു വർത്താനോ വെച്ചാ പറഞ്ഞത്? ഞാൻ ഇന്ന് വരെ ആരെങ്കിലും കുറ്റം പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? പിന്നെ ഉള്ള കാര്യം അത് ആരുടെ മുഖത്ത് നോക്കിയാലും ഞാൻ പറയും. അയ്യോ, ഞങ്ങൾ അതിന് കുറ്റം പറഞ്ഞൊന്നും അല്ല. പങ്ക്യാമന്റെ കല്യാണ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് സാറാമ്മ മേഡത്തിനെയാണ് ഞാൻ പറഞ്ഞ. പങ്ക്യാമന്റെ കല്യാണം അതിന് സാറാമ്മ മേഡത്തിന് എന്തിനാ ഭയപ്പെടുന്നേ? എടി, പങ്ക്യാമന് സാറാമ്മ മേഡം തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ പൊതുവെ ഒരു ജനസംസാരം ഉണ്ടായിരുന്നല്ലോ. ഓ, അത് പക്ഷെ ജനസംസാരം അല്ലല്ലോ. ഈ നിൽക്കുന്ന അമ്മയല്ലേ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയേ? ഞാനാണോടി പറഞ്ഞുണ്ടാക്കിയത്? അതെ, അമ്മ തന്നെ പറഞ്ഞുണ്ടാക്കിയത്. അമ്മയല്ലേ അവര് തമ്മിൽ പ്രേമ കല്യാണം കഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് അവരുടെ മുറിയുടെ ഫ്രണ്ടിൽ പോയി കാവല് കിടന്നത്. അത് നീ എന്നോട് ഓതി തന്നിട്ടല്ലേ? ഞാൻ ഓരോന്ന് പറഞ്ഞു വെച്ചിട്ട് അമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞു. അതുകൊണ്ടേ അമ്മ തന്നെ ഇതൊക്കെ തുടങ്ങി വെച്ചേ. ഇതിന്റെ വാലിരിക്കുന്ന കേൾക്കരുത് കേട്ടോ. ഇതൊന്ന് നിർത്തേ. ഇതെന്തൊരു നാണക്കെട്ട വർത്താനമായത്. ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇല വീണാലും കേട് നമ്മുടെ ഇലക്ക് തന്നെ. പങ്ക്യമാനാ കേടെന്ന്. ഒന്നുമില്ലെങ്കിലും കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുന്ന പയ്യനല്ലേ? പയ്യനോ? നാട്ടു നടപ്പനുസരിച്ച് കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുന്ന പുള്ളിയാപ്പിളമാരെ നമ്മൾ പയ്യാന്നാ വിളിക്കുന്നത്. ഇനിയിപ്പോ ഈ സാറാമ്മ മേഡത്തിന്റെ സംസാരമേ നമുക്ക് വേണ്ട. എന്താന്നറിയാവോ, ഈ പെണ്ണിന്റെ വീട്ടിലെങ്ങാണ് ഈ സാറാമ്മ മേഡം പങ്കിമാമനും തമ്മിലുള്ള അവിഹിതമല്ലോ. അങ്ങനെയൊന്നും പറയല്ലേ സുലു, അവിഹിതമൊന്നുമില്ല. സീതേച്ചി, ഇത് ഞാനായിട്ട് പറഞ്ഞതല്ല. അങ്ങനെ ഏതെങ്കിലും നാട്ടുകാർ അവിടെ ചെന്ന് പറഞ്ഞാലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിയാ. അത്താഴം മുടക്കാൻ നീർക്കോലി കടിച്ചാലും മതിയല്ലോ. അത് മതി. കല്യാണം മുടക്കിയുള്ള ഓരോ കാരണവും നോക്കി നടക്കാ കല്യാണം മുടക്കാനായിട്ട്. അതിന് അമ്മ എന്തിനാ അതും പറഞ്ഞ എന്നെ നോക്കുന്നേ? ഞാൻ നിന്നെ നോക്കി പറഞ്ഞതൊന്നുമല്ല. അമ്മയുടെ നോട്ടം കണ്ടാത്തൊന്നും ഞാനാ കല്യാണം മുടക്കാൻ നടക്കുന്നതെന്ന്. അമ്മേ, പങ്ക്യാമന്റെ കല്യാണം നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാ. അങ്ങനെയാണെങ്കിൽ ഇനി സാറാമ്മയെ പറ്റി ഇവിടെ ഒന്നും പറയണ്ട. അല്ലെങ്കിൽ തന്നെ ആര് പറയുന്നു? അല്ലേ, ഇതാരും ബിജുവോ? ബിജു പി സി. അത് മറക്കരുത്. അത് പറഞ്ഞ എല്ലാം പോയില്ലേ? ഞാൻ ബിജു പി സി കൊണ്ട് കയറി വാ. ബിജുവിനെ ഇന്നൂടെ കണ്ടില്ലെങ്കിലേ സീത അങ്ങോട്ട് ഫോൺ വിളിക്കാനിരുന്ന. അതുകൊണ്ടല്ലേ ഞാൻ നേരിട്ട് വന്നത്. നിങ്ങൾ മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. അതാണ് ബിജു പി സി. അതെനിക്കറിയാമല്ലോ. എവിടെ കല്യാണത്തൊക്കെ? അയ്യോ, അവന് ഭയങ്കര ബിസി ഇല്ലേ കുഞ്ഞെ? ഭയങ്കര ബിസിയാ. അല്ലെങ്കിൽ ഇങ്ങനെ കല്യാണമൊക്കെ അടുക്കുമ്പോഴത്തേക്ക് ചെറുക്കന്മാര് ഭയങ്കര ബിസിയാവും. ബിസി ഇല്ലെങ്കിൽ പോലും അവരങ്ങ് അഭിനയിച്ച് തകർക്കും. ബിസിയാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നേ എന്താണെന്നറിയോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ. പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാ നമുക്ക് സീതയും കൂടെ വിളിക്കാം. അവളോട് പറഞ്ഞില്ലെങ്കിലേ അയ്യോ, അവൾ ആകപ്പാട് പ്രശ്നവും വിളിക്കോട്ട് വിളിക്കാം. സീതാലക്ഷ്മി, എന്താ ഒരു കോറസ് ഇട്ടതാ. സീതാലക്ഷ്മി, ദാണ്ട നമ്മുടെ ബ്രോക്കർ വന്നിരിക്കുന്നു. ബ്രോക്കർ അല്ല, ബിജു പി സി എന്ന് പറ. ദാണ്ട നമ്മുടെ ബ്രോക്കർ ബിജു പി സി വന്നിരിക്കുന്നു. ബ്രോക്കർ കളയെന്ന് ബിജു പി സി എന്ന് മാത്രം പറ. നമ്മുടെ വെറും ബിജു പി സി വന്നിരിക്കുന്നു. എന്തെങ്കിലും പറ. സീതാലക്ഷ്മിയെ, ഓ ഇങ്ങോട്ട് വന്നേ. ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വരുവോ? ദാണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന്. വരുവാ. വേഗം വാ. അല്ല, ഈ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, പക്ഷെ കേൾക്കുമ്പോ എന്തോ ഒരു ഇതുപോലെ. അതാണ്. ചേച്ചി, ബിജു പി സി, എന്തുണ്ട് വിശേഷങ്ങള്? എനിക്കെന്ത് വിശേഷം? ഇവിടെ അല്ലേ വിശേഷം. അതെ, ഞാൻ ചോദിക്കട്ടെ, എന്തുണ്ട് ചേച്ചി വിശേഷം? ഇവിടെ എന്ത് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ. പെണ്ണിന്റെ വീട്ടിൽ പോയായിരുന്നു? പിന്നെ
ശരിയാവത്തില്ല ചേച്ചി. അയ്യോ ഒട്ടും ശരിയാവത്തില്ല. അതെന്താ? നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പം ഇങ്ങോട്ട് 10 തർക്കുത്തരം ഇങ്ങോട്ട് പറയും. എന്നിട്ട് പിണങ്ങി ഒരൊറ്റ പോക്ക്. പല പ്രാവശ്യം ഞാൻ പോയി അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വിളിച്ചോണ്ട് വന്നു. ഇനി അത് നടക്കത്തില്ല. നിസ്സാര പ്രശ്നത്തിനാണ് ഈ അടുത്ത സമയത്ത് പോയത് അവള്. ഇനി ഞാൻ വിളിക്കാൻ പോകത്തില്ല. അതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും കാര്യം പറയുമ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കേണ്ട കാര്യമല്ലേ? ഇങ്ങനെ പിണങ്ങി പോകേണ്ട കാര്യമുണ്ടോ? ഇനി ഞാൻ വിളിക്കത്തില്ലേ ചേച്ചി. അല്ല ചേട്ടന് ആരുടെ കാര്യം പറയണേ? എന്റെ പെണ്ണുമ്പിള്ളയുടെ കാര്യം. ആ ഞാനതല്ല, നമ്മുടെ പങ്കിയുടെ പെണ്ണിന്റെ കാര്യാ ചോദിച്ചത്. ഞാനതാ ആലോചിച്ചത്. എന്റെ കുടുംബത്തിൽ നടന്ന കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? അങ്ങനെ ചോദിക്കാവോ? പെണ്ണെന്നല്ലേ പുതിയേട്ടന്റെ വീട്ടിൽ പോയോന്ന് ചോദിക്കണം. ഞാൻ പുതിയേട്ടന്റെ വീട്ടിൽ പോയിട്ടാ വരുന്നേ. അല്ല ചേട്ടാ, അതെവിടെ നിൽക്കട്ടെ. ചേട്ടനും ഭാര്യ തമ്മിൽ എന്താ പ്രശ്നം? അതൊക്കെ ഞാൻ വിശദമായിട്ട് നോക്ക് പറഞ്ഞു തരാം. ഇതിപ്പോ ഞാൻ വന്ന കാര്യം പറയട്ടാ ചേച്ചി. പെണ്ണിന്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയണമെന്ന്. പെണ്ണിന് ഒരു ആങ്ങളയല്ലേ ഉള്ളൂ. അവന് ദുബൈയിലേക്ക് ഒരു വിസ വന്നു. 2 മാസത്തിനുള്ളിൽ കയറി ചെല്ലണമെന്നാണ് അറബി പറയുന്നത്. അപ്പൊ അവര് പറയുന്നത് എന്താണെന്നറിയാമോ? 1 മാസത്തിനുള്ളിൽ പെണ്ണിന്റെ കല്യാണം നടത്തണമെന്ന്. ഇവിടുത്തെ അഭിപ്രായം എന്താ അതെനിക്കറിയണം. അയ്യോ നമുക്കെന്താ, ഒരു കുഴപ്പമില്ല. നാളെ നടത്തണമെങ്കിൽ അതിന് ഞാൻ റെഡിയാ. അയ്യോ അമ്മ, നാളെ കല്യാണം നടത്താൻ പറ്റൂലേ? എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യാനുള്ളത്? ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? മര്യാദക്കൊന്നും പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യാൻ പോലും പറ്റൂല. എനിക്കാണെങ്കിൽ നാളെ ഒട്ടും സമയമില്ല. 2 പേരെയാണ് പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകേണ്ടത്. അയ്യോ എനിക്കും നാളെ തീരെ സമയമില്ല. കണ്ടാ, എനിക്ക് കൃഷി ഓഫീസിൽ പോണം. കണ്ടാ, ഇവിടെ ആർക്കും സമയമില്ല. നാളെ എന്നുള്ളത് നമുക്ക് മാറ്റി വെക്കാം. വേറെ ഡേറ്റ് പറ. എന്റെ ബിജു PC നാളെ എന്നുള്ളത് ഞാനൊന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലാതെ നാളെ നടത്തണമെന്നല്ല ഉദ്ദേശിച്ചത്. എപ്പോ വേണമെങ്കിലും നടത്താന്ന് ആ പെണ്ണിന്റെ വീട്ടുകാരോട് ചെന്നൊന്ന് പറഞ്ഞേക്ക്. അങ്ങനെ എന്നാ നാളെ തന്നെ പറഞ്ഞേക്കാം. എന്റെ ചേട്ടാ, നാളെ അല്ലാന്ന്. ഞാൻ നാളെ ഉദ്ദേശിച്ചത് നാളെ പോയി പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കാമെന്ന്. ഈ മാസം കല്യാണം നടത്താമെന്ന് പറയട്ടെ. പറഞ്ഞു. അല്ല ബിജു, ഈ 1 മാസത്തിനുള്ള കല്യാണം നടത്തണമെങ്കിലേ നിശ്ചയം നടത്തണ്ടായോ? ഇതെന്ത് വർത്താനോ ചേട്ടൻ പറയുന്നത്? പിന്നെ നിശ്ചയം നടത്തണ്ടേ? അല്ല അതെപ്പോ നടത്താനാ? ഈ ആഴ്ച നടത്തണില്ലേ ചേച്ചി? പിന്നെന്താ, ഈ ആഴ്ച നിശ്ചയം നടത്താം, 1 മാസത്തിന്റെ ഉള്ളിൽ കല്യാണം നടത്താം. അങ്ങനെ പോരെ ബലരാമേട്ടാ? അതെ മതി. അത് ചേട്ടൻ വേണ്ടാന്ന് പറഞ്ഞാലും ചേച്ചി നടത്തും. അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞാൻ നാളെ തന്നെ എന്ന് വീട്ടുകാരോട് പറയാം. അതെന്താ ഇപ്പൊ ചെന്ന് പറഞ്ഞാല്? അയ്യോ ഇപ്പൊ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ കുറച്ച് പരിപാടികൾ ഏറ്റുപോയി. അതുകൊണ്ടാ നാളെ രാവിലെ എന്ന് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ പങ്കിയമ്മാവനെ വിളിച്ച അഭിപ്രായം ഒന്ന് തിരക്ക്. എന്നിട്ട് എന്നെ വിളിച്ചു പറയാതെ. അപ്പൊ ഞാൻ രാവിലെ പൊക്കോളാം. അതെ ബിജു PC, പങ്കിയുടെ അഭിപ്രായം ചോദിക്കാനൊന്നുമില്ല. ഈ ആഴ്ച തന്നെ നിശ്ചയം നടത്താമെന്ന് പെണ്ണിന്റെ വീട്ടുകാരോട് പറഞ്ഞേക്ക്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നാ നാളെ രാവിലെ പോയേക്ക ഞാൻ. ശരി. അപ്പൊ ഇറങ്ങട്ടെ. ഇപ്പൊ ഒന്നും എടുക്കണ്ട ചേച്ചി. ഇപ്പൊ വേണ്ട. ഞാൻ പണി കഴിഞ്ഞ് ഞാൻ പൈസ മേടിക്കുള്ളൂ. അങ്ങനെയാണ്. അതല്ലെങ്കിൽ പണി കഴിഞ്ഞാൽ ഇവിടെ പൈസ കൊടുക്കാറുള്ളൂ. അങ്ങനെയാണല്ലേ? അതെ അതെ. അപ്പൊ നാളെ തന്നെ എന്ന് പറയാം. ശരി ശരി ചേച്ചി. അമ്മേ, ഒരാഴ്ച എന്ന് പറയുമ്പോ ഇങ്ങ് അടുത്തായില്ലേ? ഒരാഴ്ചയിലെ നിശ്ചയം, പിന്നെ 1 മാസത്തിലെ കല്യാണം. പഠിച്ചോനെ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ചെയ്യാനുള്ളേ. പിന്നില്ലേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താനുണ്ട്. എന്റെ ബലരാമേട്ട ഇങ്ങനെ ഇരുന്നാ മതിയോ? ഒന്ന് ഉഷാറാവും അങ്ങോട്ട്. നടക്കടി. രുക്മിണി, രുക്മിണി, എന്നാ എത്തുക്കടി ഇത്ര തിരക്കിട്ട് നീ പോവാൻ നോക്കുന്നത്? அதுக்கு நீ கரையாதே. மாமன் வரட்டும், എന്നിട്ട് மாமன் கிட்ட பேசிட்டு நீ போய்க்கோ. மாமா கிட்ட நீங்க பேசினா போதும், எனக்கு ஒண்ணு நீங்க நிக்க முடியாது. நான் எதுக்கு இங்க நிக்கணும்? கரையாதே. என்ன? என் பச்சை கலர் நெயில் பாலிஷ பாத்தியா? എന്താണ്? பச்சை கலர் நெயில் பாலிஷ காணோம். நீ எடுத்தியா? ഞാനോ? ஆமா. ഞാൻ എടുത്തില്ല. ஐயோ, நான் கஷ்டப்பட்டு முறுக்கு சுட்டு வாங்கினது அதை காணோம். இப்ப நான் என்ன பண்ணுவேன்? എടി ഇപ്പൊ എതുക്കടി നിനക്ക് அந்த பச்சை நெயில் பாலிஷ்? எனக்கு கொண்டு போறதுக்கு. அப்ப നിനക്ക് കല്യാണം നടക്കാത്തതാണോ പ്രശ്നം, இந்த பச்சை நெயில் பாலிஷ் ஆனோ பிரச்சனை? எனக்கு 2ம் பிரச்சனை தான். உனக்கு தெரியுமா, எனக்கு ஒவ்வொரு கல்யாணம் நடக்காம போகும்போது அந்த பச்சை கலர் நெயில் பாலிஷ் போட்டு பார்க்கும்போது அவ்வளவு சந்தோஷமா இருக்கும். அது எனக்கு இப்ப காணாதாவுது. போய் பாருடி. ഞാനാ? ஆமா, நீதான் போய் பாரு. ഓടി പൈത്യക്കാരി, വെറുതെ അല്ലേ എന്റെ കല്യാണം നടക്കാത്തത്.
മരതകോ ഇവളെന്താണ് പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് നീ എന്തിനാ കരയണത്? അണ്ണാ ഞാൻ പച്ച നെയിൽ പോളിഷ് കാണും. അവളുടെ പച്ച നെയിൽ പോളിഷ് കാണാനല്ല നീ എടുത്താ? ഞാൻ എടുത്തില്ല മാമാ. ഒരു നെയിൽ പോളിഷ് കാണാനാ നിങ്ങൾ കിടന്ന് കരയണത്? അല്ല മാമാ, അന്ത ബ്രോക്കർ ഇവിടെ വന്ന് ചൊല്ലിയില്ലേ പങ്കി അമ്മാവിന്റെ നിശ്ചയം അടുത്ത ആഴ്ച നടത്താന്ന്. അതറിഞ്ഞപ്പോ തൊട്ട് ഇവക്ക് ഇവിടെ നിക്കണ്ട, തിരുമ്പി പോണോന്ന്. ഓഹോ, അപ്പൊ അതാണ് കാരണം. എടി ബുദ്ധൂസേ, ആ കല്യാണം നടക്കാൻ പോണില്ല. എന്നെ ഇനി ഏമാത്തില്ലാന്ന് രണ്ടുപേരും നനയ്ക്കാതിങ്ക. എന്റെ പൊന്നു വെച്ചേ, ഈ കല്യാണം നടക്കാൻ പോണില്ല. ഇതാണ് എനിക്ക് പൈത്യം. അത് കറക്റ്റ്. പൈറ്റൽ നിങ്ങൾക്ക് രണ്ടുപേർക്കോ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ കല്യാണം ഞാൻ മുടക്കും. കല്യാണം മുടക്കാനാ? ഒച്ചെടുക്കല്ലേ, പതിയെ പറ. പങ്കിയമ്മാവന്റെ രാധികരം കല്യാണം ഞാൻ മുടക്കും. എന്നിട്ട് പങ്കിയമ്മാവനെ കൊണ്ട് ഇവളുടെ കഴുത്തി ഞാൻ താലി കെട്ടിക്കും. എപ്പടി എന്നെ കല്യാണം മുടക്കുവീങ്ക? കല്യാണം മുടക്കണതിന് പല വഴികളുണ്ട്. പഴയ വഴിയുണ്ട്, പുതിയ വഴിയുണ്ട്, നല്ല വഴിയുണ്ട്, നാറിയ വഴിയുണ്ട്. ഇതിലേത് വഴി സ്വീകരിച്ചിട്ടാണെങ്കിലും പങ്കിയമ്മാവന്റെ രാധികരം കല്യാണം ഞാൻ മുടക്കി നിന്റെ കഴുത്ത താലി കെട്ടിക്കും. നജന്താ? ഇനി പങ്കിയമ്മാവന്റെ രാധികരം കല്യാണം മുടക്കിയിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ. അയ്യോ, പങ്കജാക്ഷൻ, നമ്മുടെ ആ പദയാത്രയുടെ സ്റ്റാർട്ടിങ് പോയി കൊള്ളാം. അതിനിടയ്ക്ക് ഇവിടെ വന്നങ്ങ് ഇരുന്നോ? എന്താ മേഡം, എത്ര ദൂരെ ഈ നടന്നു വരണേ? ഒരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വരണ്ടേന് വരം വെറുതെ വെയിലും കൊണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് ഇവിടം വരെ നടന്നു വന്നതിനാണോ തനിക്ക് ഈ തളർച്ചയും ക്ഷീണമൊക്കെ? നല്ല വഴിയുണ്ടത്, നല്ല വഴിയുണ്ട്. ഈ കണക്കിന് താൻ എങ്ങനെയാണോ നമ്മളെ സംഘടിപ്പിക്കുന്ന ജില്ലാ പദയാത്രയ്ക്ക് പങ്കെടുക്കാൻ പോകുന്നത്? പദയാത്രയ്ക്ക് ഞാനുണ്ടോ? കൊള്ളാം. താനൊരു നേതാവല്ലേ? താനല്ലേ ഇതിന്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത്. എന്താ ഈ മേഡം, ഞാൻ വിചാരിച്ചത് ഇവിടെ ഇത് അറേഞ്ച് ചെയ്യാനൊക്കെ ഒരാള് വേണല്ലോ. അപ്പൊ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് നിൽക്കാന്നാ വിചാരിച്ചേ. നല്ല വിചാരമായി പോയി. അണികൾക്ക് പ്രചോദനമായിട്ട് നമ്മൾ നേതാക്കന്മാരാണ് ഈ പദയാത്ര മുന്നേ നിന്ന് നടന്ന് നയിക്കേണ്ടത്. മനസ്സിലായോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ പദയാത്രയുടെ പേരും പറഞ്ഞ് നമ്മളുള്ള ആളുകളൊക്കെ കൂടി നടക്കാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാ ഇവിടുത്തെ കാര്യങ്ങള് നോക്കാൻ ആരാളത്? ഇവിടുത്തെ എന്ത് കാര്യം? അല്ല, പാർട്ടി ഓഫീസ് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംഗതി വേണ്ട ആരെങ്കിലും? പാർട്ടി ഓഫീസ് ഞാൻ പൂട്ടിയിട്ടിട്ട് പോകും. ബാക്കി കാര്യങ്ങളൊക്കെ ഫോണിൽ അറേഞ്ച് ചെയ്തോളാം. മനസ്സിലായോ? ഓരോ മുടന്ത ന്യായങ്ങളുമായിട്ട് വന്നിരിക്കുക. ദൈവമേ, ഇത് ഒന്ന് കുറച്ചൊന്നും അങ്ങോട്ട് നീട്ടി വയ്ക്കാൻ പറ്റുമോ പദയാത്ര? ജില്ലാ പദയാത്ര പിന്നെ നീട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ജില്ലാ പദയാത്ര എന്നുള്ളതേ സംസ്ഥാന പദയാത്രയാക്കാം. അങ്ങനെയല്ലേ പറഞ്ഞേ? പിന്നെ ഞാൻ പറയണതേ, ഇത് കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് നീട്ടാൻ പറ്റുമോന്ന്. അങ്ങനെയാണോ? ഇപ്പൊ നമ്മള് തീരുമാനിച്ചിരിക്കുന്ന ഒരു 3 ദിവസത്തേക്ക് നടത്താനായിട്ടാ. അത് നമുക്കൊരു 6 ദിവസം അല്ലെ 12 ദിവസം അങ്ങനെയൊക്കെ ആക്കിയാലോ? പറഞ്ഞാലങ്ങോട്ട് മാഡത്തിന് മനസ്സിലാവണില്ലല്ലോ. അത് ഒന്നുമില്ല, വേണ്ട, അങ്ങനെ തന്നെ മതി. ഇപ്പൊ തീരുമാനിച്ച പോലെ തന്നെ ജില്ലാ തലത്തില് പോവാൻ നടക്കാം. മിസ്റ്റർ പങ്കജാക്ഷൻ, തനിക്ക് എന്തുകൊണ്ടാണ് തളർച്ച ക്ഷീണമെന്നൊക്കെ അറിയോ? വ്യായാമക്കുറവ് കൊണ്ടാ. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ച രാവിലെ ഞാൻ എഴുന്നേറ്റ് നടക്കുമ്പോ എന്റെ കൂടെ വന്ന് നടക്കാൻ. കുറച്ചെങ്കിലും ആരോഗ്യം ഉണ്ടാവത്തില്ലായിരുന്നോ? അതെങ്ങനെയാ? ഇനി മുതൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നതിന്റെ കൂടെ എന്റെ കൂടെ വന്ന് നടന്നോണം. എന്തിന് മേഡം? ഇനിയിപ്പോ ഈ പദയാത്രക്ക് പോകുമ്പോ എന്തായാലും നടക്കല്ലേ, അപ്പോ അതിലങ്ങനെ അങ്ങോട്ട് സ്റ്റാമിന ഉണ്ടായിക്കോളും. അല്ലാതെ ഇപ്പോ ഞാൻ അതിന് വേണ്ടിട്ട് രാവിലെ എന്നിട്ട് കുത്തി കെട്ടി ഞാൻ നടക്കാൻ നടക്കണ്ട. എടോ, ആ പരിപാടി നടക്കുന്നതിന്റെ ഇടയ്ക്ക് എങ്ങനെ താൻ തലയിറങ്ങി വീണുണ്ടല്ലോ, പാർട്ടിക്കാണ് നാണക്കേട്. അതുണ്ടാവരുത്, അതുകൊണ്ടായി പറയണേ. സാറാ മേഡം, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ പദയാത്രക്ക് മുമ്പ് വെറുതെ രാവിലെ എന്നിട്ട് നടന്നിട്ട് ആ പദയാത്രക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരണ്ട. അതാ ഞാൻ പറയണത്. മിക്കവാറും ഈ പദയാത്രയ്ക്ക് നടക്കുമ്പോ എന്റെ വായന്ന് പദം വരും. എന്താണ് മിസ്റ്റർ പങ്കജാക്ഷൻ, കുറച്ചൊക്കെ ശുഭാപ്തി വിശ്വാസം വേണ്ടേ? ഒരുമാതിരി വിശ്വാസക്കുറവൊന്നുമില്ല മേഡം. അതെ സാറാമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പദയാത്രയിൽ പങ്കെടുക്കണമെന്നാണോ? അതൊന്നും അല്ല, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പയ്യനാണ് ഇവൻ. പയ്യനോ? താനോ? ഈ സമയത്തെ
അവനെ പാർട്ടിക്ക് ജാഥയ്ക്ക് ആളെ കൂട്ടാനും കൊടി കെട്ടാനും ഒക്കെ വിളിച്ചോണ്ട് പോണത് ശരിയാണോ? സീതാലക്ഷ്മി അമ്മേ, പങ്കജാക്ഷൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ വെറും ഒരു അണി മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ്. എന്ത് നേതാവായാലും ശരി, ഇപ്പൊ ഈ സമയത്ത് പാർട്ടിയിൽ വെയിൽ കൊള്ളാനും ജാഥയ്ക്ക് നടക്കാനൊക്കെ പോയാലേ അവൻ കരിവാളിച്ചു പോവും. കണ്ടില്ലേ ഇപ്പൊ തന്നെ ഇരിക്കുന്നത്? മിസ്റ്റർ പങ്കജാക്ഷൻ, ഈ പറയുന്നൊക്കെ തന്റെ തീരുമാനമാണോ? എനിക്കറിയില്ല എന്റെ സാറാ മേഡം. ചേച്ചി വെറുതെ എന്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടല്ലേ. പങ്കി, നീ എന്താ എന്റെ വിഷമം മനസ്സിലാക്കാത്തത്? ചേച്ചിക്ക് ഇപ്പൊ എന്തിന്റെ വിഷമാ? പങ്കി, അല്ല എന്താ വിഷമം എന്ന് ചോദിക്കാ. പങ്ക്യാമ്മനപ്പൊ മനസ്സിലായില്ലേ? സാധാരണ ഒരു കല്യാണത്തിന് ഏറ്റവും കൂടുതൽ തിളങ്ങുന്ന ആരാ? ചെക്കന്റെ പെങ്ങന്മാരല്ലേ? അതിന് അമ്മയ്ക്കൊരു അവസരം വന്നിരിക്കല്ലേ, അത് നഷ്ടപ്പെടുമെന്നുള്ള ടെൻഷനാ അമ്മയ്ക്ക്. അത് മാത്രല്ല സാറമ്മ മേഡം, കാണാൻ പോയ പെണ്ണിനെ എന്തോ ഒരു ഭാഗ്യത്തിനാ ഈ പങ്ക്യാമ്മനെ ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പോ ഈ പങ്ക്യാമ്മൻ കരിവാളിക്കുകയും കൂടെ ചെയ്ത് ആ പെണ്ണുകാണും വേണ്ടാന്ന് വെച്ചാലേ പങ്ക്യാമ്മനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവര് വേണ്ടാന്ന് വെച്ചാൽ ഞാനും വേണ്ടാന്ന് വെക്കും. അതന്നെ. എടാ അതല്ല, ഈ കല്യാണം കഴിയണവരെ നിന്റെ ആയുസിന് ദോഷാന്നാണ് ജ്യോത്സ്യര് പറഞ്ഞിരിക്കുന്നത്. ജാഥയ്ക്കൊക്കെ നടക്കുമ്പോ വല്ല പാണ്ടിലോറി ഓടി വന്നിട്ട് എന്താ ഈ പറയണ ചേച്ചി? അല്ല, ഞാൻ പറഞ്ഞതാണേ. എന്റെ പൊന്ന് സീതാലക്ഷ്മി അമ്മേ, ഈ ജില്ലാ പദയാത്ര അങ്ങോട്ട് കഴിഞ്ഞാല് നിങ്ങളുടെ പങ്കജാക്ഷൻ നിങ്ങളുടെ കൈ കൊണ്ട് ഞാൻ സേഫ് ആയിട്ട് തന്നേക്കാം. എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിപ്പിക്കോ, കൂടെ നടക്കിരുത്തോ, എന്താന്ന് വെച്ചാ ചെയ്തോ. എന്താ സാറാ മേഡം, നിങ്ങൾ എവിടെ എടുക്കാത്ത ഒരു സാധനം കൊണ്ട് കളയണ പോലെ പറയണേ? അങ്ങനെയല്ല മിസ്റ്റർ പങ്കജാക്ഷൻ, നിങ്ങൾ ഞാൻ വളരെ വലിയൊരു പൊളിറ്റിക്കൽ ഭാവി കാണുന്നുണ്ട്. അല്ല മേഡം, സത്യത്തില് എനിക്ക് പൊളിറ്റിക്കൽ ഭാവി ഉണ്ടോ? അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണ കാരണേ ഇല്ലാത്തൊരു സാധനം അടിച്ചേൽപ്പിക്കണ മാതിരി എനിക്ക് തോന്നണേ. ദേ ഇരിക്കുന്നു നിങ്ങളുടെ കല്യാണ പയ്യൻ, 19 വയസ്സ് കഴിഞ്ഞ മുതുക്ക കെട്ടാൻ നടക്കുന്നു. അത് അസൂയ ചെറുപ്പക്കാരിയാന്ന ഭാവം. എടാ പങ്കി, ഞാൻ നിന്നോടൊരു ഒന്ന് പോകണ്ട ചേച്ചി, സമാധാനത്തിൽ കുറച്ചേരം ഇരിക്കട്ടെ ഞാൻ. അതല്ല പങ്ക്യാമ്മ. പങ്ക്യാമല്ല ഉങ്ക്യാമ. പോടുന്നു. ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ നമ്മൾ പങ്ക്യാമനെന്ന് ചോദിച്ചോളാം. അപ്പൊ പങ്ക്യാമ എന്ന് പറഞ്ഞിട്ട് വരിക. ആർക്കും വേണ്ടാതെ എന്തിനാ ഈ ജീവിതം എന്നാ ഞാൻ ആലോചിക്കണേ. അതിന്റെ ഇടയ്ക്ക് പദയാത്രയും. അല്ലല്ല அண்ணா அண்ணா நில்லுண்ணா, ரொம்ப நேரமா நடந்துட்டே இருக்குது, விஷயத்த சொல்லு. എന്റെ പൊന്നുറുക്കൂ, ഈ കല്യാണം മുടക്കൽ എന്ന് പറഞ്ഞാൽ അത് നിസ്സാര പരിപാടിയൊന്നുമില്ല. ഇതിനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അതിലേതൊരു സ്ഥലം വേണം. ഞാനിപ്പോ നോക്കി നടന്നത് ഈ സ്ഥലം കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഇത് അതിന് പറ്റിയൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. ശരി, കല്യാണം മുടക്കരുത് എപ്പിടി? അത് തന്നെയല്ല ഞാൻ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മാമ, പെണ്ണ് വീട്ടുകാരുടെ നമ്പർ കിടച്ചാച്ചെന്ന് ചൊല്ലിയില്ലേ, അത് വെച്ച് എന്ത് ചെയ്യുന്ന ആലോചിക്കേ. അയ്യോ, അതിനൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് വെച്ച് ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കേ. അപ്പൊ ഒന്ന് വിളിക്കാൻ പറ്റിയൊരു സ്ഥലം വേണം. അതിനല്ലേ ഇത്ര നേരം ഓടി വന്നത്. നിങ്ങൾ കേട്ടോ? ആരുമില്ല മാമ, വിളിച്ചോ. ഹലോ, മാധവൻ ചേട്ടനല്ലേ? മാമയോട് ഒച്ചയ്ക്ക് എന്ത് പറ്റി? നമ്മൾ തമ്മിൽ പരിചയമൊക്കെ ഉണ്ട്. ഞാൻ 1-2 കല്യാണത്തിനൊക്കെ തറവാട്ടിൽ വന്നിട്ടുള്ളതല്ലേ മാധവൻ ചേട്ടൻ്റെ? അല്ല, ഈ രാധിക എന്ന് പറഞ്ഞ മാധവൻ ചേട്ടൻ്റെ മരുമോള് തന്നെ അല്ലേ? അല്ലാണ്ട് നിങ്ങൾക്ക് അതിനെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു കിട്ടിയൊന്നും അല്ലല്ലോ. ഇത്രയും നല്ലൊരു കൊച്ചിനെ ഈ പങ്കജാക്ഷൻ എന്ന് പറഞ്ഞ കൊണ്ട് കെട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പങ്കജാക്ഷൻ അറിയോന്നാ? അറിയോന്നാ? എൻ്റെ വീടിൻ്റെ അവിടെ തന്നെ 3-4 പ്രാവശ്യം രാത്രി പിടിച്ചിട്ടുണ്ട് ഇവനാ. നിങ്ങൾ എൻ്റെ പൊന്നെ, അവന് നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടില്ല. അതാണ് അത്രയും ദൂരം വന്ന് പെണ്ണ് കണ്ടേക്കുന്നത്. അവനൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കണം വല്ലത് ആലുവ പുഴ കൊണ്ട് ചവിട്ടി താത്തണ കൊച്ചിനാ. എന്തായാലും കല്യാണം നടക്കട്ടെ. അവണെങ്കിൽ പെങ്കൊച്ചു നല്ലതല്ലേ? ഇല്ലില്ല, മംഗളാശംസകൾ പറയാൻ വിളിച്ചതാ കല്യാണത്തിന്. ഓക്കെ 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 അല്ലേ മാമ? കണ്ടിപ്പ കല്യാണം മുടങ്ങും. ഇവളുടെ കല്യാണം ഇങ്ങനെയല്ലേ 2 പ്രാവശ്യം മുടക്കിയത്? അല്ല, വേറൊരാള്. ഇവളെ പറ്റി മോശமான കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു ചെക്കന്റെ വീട്ടില്. അപ്പൊ തന്നെ കല്യാണം മുടങ്ങിയില്ലേ? അപ്പൊ സംഭവം വർക്കൗട്ട് ആവും അല്ലേ? അതൊക്കെ വർക്കൗട്ട് ആവണം ഉത്തമ. നീ എന്താ ആണിന്റെ നോട്ടി സംസാരിക്കുന്നത്? ഞാനല്ല മാമ. അമ്മാവനെന്താ ഇവിടെ? ഞാൻ അതിന്റെ ഉള്ളിൽ ചോറ് വയ്ക്കായിരുന്നു.
അതെ ഞങ്ങളിവിടെ പറഞ്ഞ കേട്ടായിരുന്നാ? ഏയ് ഓ സമാധാനം, ഫോൺ ചെയ്യണതാ. ഞാനെല്ലാം കേട്ടട ഉത്തമ. അതെ, ഞങ്ങൾ ഈ കല്യാണം മുടക്കണ പോലെ പ്രാങ്ക് ചെയ്താ. എന്തായാലും അമ്മാവും പെട്ടു, നമുക്ക് അടുത്താളെ പറ്റിക്കാം. പറ്റിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്റെ കല്യാണം മുടക്കാൻ ശ്രമിക്കായിരുന്നു അല്ലേ? അയ്യോ, അത് ഞാനൊരു തമാശക്ക് കാണിച്ചതാ. വേണേ ഞാനിപ്പോ അവിടെ വിളിച്ചു പറയാം, അമ്മാവ് സൂപ്പറാന്ന്. വേണ്ട 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 തമാശ. എടാ ഉത്തമ, ഒരു കാര്യവും നമ്മൾ തമാശക്ക് ചെയ്യരുത്. എന്തൊരു കാര്യം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണ്ടെങ്കിലും അത് വെരി സീരിയസ് ആയിട്ട് ചെയ്യണം. നീ തീരുമാനിച്ച കാര്യങ്ങൾ സീരിയസ് ആയിട്ട് നീ ചെയ്യാ, ഞാൻ തീരുമാനിച്ച കാര്യങ്ങൾ വെരി സീരിയസ് ആയിട്ട് ഞാൻ ചെയ്യാ. ഏതാ വിജയിക്കാന്ന് നോക്കാലോ. നീ ഒന്ന് ശ്രമിച്ചു നോക്ക് അല്ലേ? അയ്യോ ചിരിച്ചി